ലോകത്തെമ്പാടുമുള്ള മുസ്ലിം തീവ്രവാദത്തിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് മുസ്ലിം ബ്രദർഹുഡാണ്. അത് ഹമാസ് ആകട്ടെ, ഉള്ളയാകട്ടെ, ഹൂതികളാകട്ടെ, ബോക്കോ ഹറാം ആകട്ടെ, ഇങ്ങ് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ തുടങ്ങിയ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന ഇപ്പോൾ നിരോധിപ്പിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ മാതാവ് മുസ്ലിം ബ്രദർഹുഡ് ആണെന്ന് പറയാം. ഇപ്പോൾ ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷം ആരംഭിച്ചിട്ടും മുസ്ലിം ബ്രദർഹുഡിൻ്റെ അനക്കമില്ല. എന്താണ് സാർ, ഈ മുസ്ലിം ബ്രദർഹുഡ് ഇല്ലാതായോ അതോ അവർ പതുങ്ങിയിരിക്കുകയാണോ? എന്താണ് ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഈ പറയുന്ന ഭീകര സംഘടനകളൊന്നും തന്നെ മിണ്ടാത്തത്? അതായത് ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു കാലത്ത് മുല്ലപ്പൂ വസന്തം വിപ്ലവം അതിനുശേഷം അറേബ്യൻ മരുഭൂമികളിലാകമാനം തകർത്ത് പെയ്ത ഒരു വിപ്ലവമായിരുന്നത്. അപ്പോൾ പുതിയൊരു നവവസന്തം, അതായത് വസന്തത്തിൻ്റെ ഒരു ഇടിമുഴക്കമായിട്ട് പല നിരീക്ഷകരും അതിനെ വീക്ഷിക്കുകയും അവിടെയെല്ലാം ജനാധിപത്യത്തിൻ്റെ ശീതളമായ വായു ഇനി വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. ഇതിൻ്റെ തുടക്കം കുറിച്ച രാജ്യങ്ങളിലൊന്നായ ഈജിപ്തിൽ പിന്നെ ഭരണത്തിൽ വന്നത് ഇസ്ലാമിക് ബ്രദർഹുഡ് എന്നുള്ള സംഘടനയാണ്. പക്ഷേ ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടനയെ മുസ്ലിങ്ങൾ തന്നെ ചെറുത്ത് തോൽപ്പിച്ച് പുറത്താക്കുകയായിരുന്നു ചെയ്തത്. കാരണം അവർ ഏൽപ്പിക്കുന്ന മത നിയമങ്ങൾ അതിൻ്റെ ഒരു വലയത്തിനുള്ളിൽ അല്ലെങ്കിൽ വൃത്തത്തിനുള്ളിൽ ബന്ധിക്കപ്പെട്ട് ജയിലറകളിൽ കഴിയുന്നത് പോലെ കഴിയാൻ പൊതുവെ ഈ മധ്യ ഏഷ്യയിലെ ജനങ്ങൾ സമ്മതിച്ചില്ല. അങ്ങനെയാണ് പെട്ടെന്ന് വന്നതുപോലെ തന്നെ പൊടുന്നനെ അശനിപാതം വന്നതുപോലെ പെട്ടെന്ന് മാറിയിട്ട് പെട്ടെന്നങ്ങ് മാറുകയാണ് ചെയ്തത്. ഇപ്പം ഇല്ല, അതിൻ്റെ ആ പേരിൽ അതിൻ്റെ ആവശ്യമില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇറാനിൽ ഇതുപോലൊരു ഇസ്ലാമിക് റവല്യൂഷൻ നടന്നു. എവിടെ? ഇറാനിൽ. അങ്ങനെയാണല്ലോ ഇറാൻ 70-കളിൽ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിരുന്ന ഇറാൻ ഈ ഷിയാക്കൾക്ക് സ്വാധീനമുള്ള ശരിയ നിലനിൽക്കുന്ന ഒരു ഭരണ വ്യവസ്ഥയിലേക്ക് മാറിയത്. അതെ, തന്നെയാണ്. സിറിയയിൽ അൽ ബഷറിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണവും ഷിയ ഭരണമായിരുന്നു, ഏകാധിപത്യ ഭരണമായിരുന്നു. ഷിയാകൾ എന്ന് പറയുന്നത് ന്യൂനപക്ഷമായിരുന്നുവെങ്കിലും ഭൂരിപക്ഷമുള്ള സുന്നികളെ അടിച്ചമർത്തിക്കൊണ്ട് ഏതാണ്ട് 2 ദശാബ്ദത്തോളം ആ രാജ്യം ഭരിക്കുകയും റഷ്യയുമായിട്ട് വലിയ ചങ്ങാത്തമുള്ളതുകൊണ്ട് പരിക്കൊന്നും പറ്റാതെ നിൽക്കുകയും ചെയ്തു. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഹിസ്ബുള്ള, അതുപോലെ ഹമാസ്, ഇവരുടെ ശക്തി കേന്ദ്രങ്ങളെല്ലാം തകർത്തതോടു കൂടി തന്നെ അൽ ബഷറിൻ്റെ ശക്തി തോർന്നു പോവുകയും അവിടുത്തെ വിമതർ, സുന്നികളായിട്ടുള്ള വിമതർ അധികാരം പിടിച്ച് ഇപ്പോൾ അവരാണ് ഭരണത്തിലുള്ളത്. ഇന്ത്യയുമായിട്ടും സൗഹാർദ്ദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന വലിയ യാഥാസ്ഥിതികത്വം പുറമേ കാണിക്കാത്ത ഒരു ഭരണകൂടമാണ്. പക്ഷേ പ്രശാന്ത്, ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെ തീവ്രമായ ഭാവങ്ങൾ ഇന്ത്യയിലുണ്ട്. ബംഗ്ലാദേശിൽ ഇപ്പോൾ അത് ഭരണത്തിലിരിക്കുന്നു. അതെ, നമുക്കറിയാമല്ലോ, സ്ത്രീകളുടെ അടിവസ്ത്രം ഒരു കേന്ദ്രമാണ്. അതെ, സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ നിരത്തിലൂടെ എന്തെല്ലാം വൃത്തികേടുകളാണ് നടന്നത്. ഹിന്ദു ക്ഷേത്രങ്ങൾ, ക്രിസ്ത്യൻ ക്ഷേത്രങ്ങൾ, ബുദ്ധക്ഷേത്രങ്ങൾ, സിഖ് ക്ഷേത്രങ്ങൾ, ഗുരുദ്വാരകൾ എല്ലാം തകർത്തു. ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ, അനിസ്ലാമികമായിട്ടുള്ള മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ എല്ലാം കൊന്നു. നടു റോഡിലിട്ട് കൊന്നു. മത നേതാക്കളെ ജയിലിൽ പിടിച്ചിട്ടു, അവിടെ ഇട്ട് കൊന്നു. അവരുടെ വായടച്ചു, നാവടച്ചു. എല്ലാ വിധത്തിലുമുള്ള പീഡനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് യൂനുസിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ. ആരുമില്ല ചോദിക്കാൻ. അതിൻ്റെ ഒരു അനുരണനം കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ ഒരു ചാനലിലെ ചർച്ചയ്ക്കിടയിലും കേട്ടു. ചർച്ചകളിപ്പോൾ വെർബൽ ഡയറി ആയിട്ട് മാറിയിട്ടുണ്ട്. വേടൻ്റെ പാട്ടിൽ മാത്രമാണ് തെറിയെന്ന് നമ്മൾ ആരോപിക്കരുത്. ചർച്ചകളിലും വരുന്നുണ്ട്. എടാ പോടാ, തന്തയ്ക്ക് വിളി, തള്ളയ്ക്ക് വിളി എല്ലാം ചേർന്ന ഒരു ചർച്ചയാണ് നമ്മുടെ ഒരു ചാനലിൽ കേട്ടത്. ഏത് ചാനലെന്ന് ഞാൻ പറയുന്നില്ല, പറയാൻ നാണക്കേടാണ്. തെറിയും പറയുന്നില്ല, അത് നാണക്കേടാണ് പറയാൻ. നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചല്ല. അവിടെ ഇരുന്ന് ഒരു മനുഷ്യൻ പണ്ഡിതൻ പറയുകയാണ്, ഓ അബ്ദുള്ള, മറ്റാരുമല്ല, അദ്ദേഹം
ജമാഅത്തെ ഇസ്ലാമിയുടെ ആളാണല്ലോ, അതിൻ്റെ ഒരു മാധ്യമത്തിൽ പ്രവർത്തിച്ച നല്ല മനുഷ്യനാണ്, ശുദ്ധ മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം വിശ്വസിക്കുന്ന കാര്യങ്ങൾ അന്ധവിശ്വാസങ്ങളാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് 2050 ആവുമ്പോൾ ലോകം മുഴുവൻ ഇസ്ലാമായി തീരും. അതുതന്നെയാണ് നമ്മൾ നേരത്തെയും പറഞ്ഞ PF പറഞ്ഞത്. അതിന് കുറച്ച് 3 വർഷങ്ങൾക്ക് മുമ്പേ 2047 ആകുമ്പോഴത്തേക്കും കേരളം ഇസ്ലാമിക റിപ്പബ്ലിക്കായിട്ട് കേരളം ആക്കി മാറ്റുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവര് 2047 ആവുമ്പോൾ ഇന്ത്യയിൽ ഭരണത്തിൽ വരും. പ്രശാന്തെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സംഘടനയാണ് കോൺഗ്രസിനെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുന്നത്. അവർക്ക് വേണ്ടി പ്രചാരണം നടത്താനാണ് പ്രിയങ്ക ഗാന്ധി അവിടെ വന്നത്. മനസ്സിലാക്കണം. അപ്പൊ ഇസ്ലാമിക് ബ്രദർഹുഡ് ഈജിപ്തിൽ അസ്തമിച്ചെങ്കിലും ഇന്ത്യയിലും കേരളത്തിലും സജീവമായി നിൽക്കുകയാണ്. അതിൻ്റെ അന്ധവിശ്വാസങ്ങൾ ഈ അബ്ദുള്ള പറഞ്ഞ വായ്ത്താരികൾ കേൾക്കണോ? ദുബായിൽ യാതൊരു വിധമായിട്ടുള്ള റേപ്പും നടക്കുന്നില്ല. എന്താ കാര്യമെന്നറിയാം? ഇസ്ലാമിക് രാജ്യമായതുകൊണ്ടാണ്. ഈ അബ്ദുള്ള ചൈന എന്ന് പറയുന്ന രാജ്യത്തെ അറിയില്ലേ? ചൈനയിൽ ഏതെങ്കിലും ബലാത്സംഗം നടക്കുന്നുണ്ടോ? അത് ഇസ്ലാമിക രാജ്യമാണോ? അല്ല. ഇതുപോലെ കള്ളത്തരവ് നടക്കുന്ന അഴിമതിക്കാരെ വഴിത്തറത്ത് കൊല്ലുക. കണക്ക് തെറ്റാണ്. ദുബായിലും സൗദിയിലും ഒക്കെ റേപ്പ് നടക്കുന്നുണ്ട്. അതിന്റെ കണക്കുകളും പുറത്തു വരുന്നുണ്ട്. ഞാനിപ്പോ കണക്കുകൾ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. സൗദി ഭരണകൂടം തന്നെ പുറത്തുവിട്ട കണക്കുകളുണ്ട്. ഒരു വർഷം അവിടെ നടക്കുന്ന റേപ്പുകളുടെ എണ്ണം, അതിൽ ശിക്ഷിക്കപ്പെടുന്നവരെ കുറിച്ച് ഒക്കെയുള്ള കണക്കുകൾ എല്ലാ രാഷ്ട്രങ്ങളും പുറത്തു കൊല്ലുകയാണ്. അതെ അതെ. അവിടെ തീർച്ചയായിട്ടും സ്ത്രീകളെ ഉപദ്രവിച്ചാൽ അതിന് കഠിനമായ ശിക്ഷയാണ് കിട്ടുക. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകനായ അബ്ദുള്ള പറഞ്ഞ ഫാക്ച്വലായിട്ടൊരു എററാണ്. അതാണ് ദുബൈയിൽ ഇങ്ങനെ ഒരു സംഭവം ഏത് രാത്രിയിലും പെണ്ണുങ്ങൾക്ക് തിരഞ്ഞെടുക്കുക. പക്ഷേ അവിടെ ഞാൻ കേട്ടിട്ടുള്ളത്, അവിടെ ലിഫ്റ്റുകളിൽ ഇങ്ങനെയുള്ള പരിപാടികൾ നടന്നിട്ടുള്ളതായിട്ട് കണ്ടു നിന്നവർ പറഞ്ഞിട്ട് വാർത്ത കൊടുക്കാൻ പറ്റില്ല. ആ രാജ്യത്ത് അങ്ങനെ വാർത്ത കൊടുക്കാൻ പറ്റില്ല. അല്ല, പക്ഷെ അവർക്ക് ഈ നമ്മുടെ ഈ UN-ന്റെ മനുഷ്യാവകാശ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലൊക്കെ അവർ ഇത്തരം ഈ കാര്യങ്ങൾ അവിടെ നടന്ന ക്രൈമുകളുടെ എണ്ണം ഈ കണക്കുകളൊക്കെ കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോഴേ അതങ്ങനെയാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. ഓക്കെ, എനിക്ക് അതിനെപ്പറ്റി താങ്ക് യു ഫോർ. പക്ഷെ സാർ, ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം, അങ്ങിപ്പോൾ പറഞ്ഞ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഇവരുടെ വേര് എന്ന് പറയുന്ന മുസ്ലിം ബ്രദർഹുഡ്. ആ മുസ്ലിം ബ്രദർഹുഡ് ആണ് ഇറാനെയും തുർക്കിയെയും ഒക്കെ പോറ്റി വളർത്തുന്നത്. അവിടെയും ഈ വിഘടനവാദം, അങ്ങ് നേരത്തെ പറഞ്ഞ മുല്ലപ്പൂ വിപ്ലവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഹേതുവായിരിക്കുന്നത് ഈ മുസ്ലിം ബ്രദർഹുഡാണ്. അവർ തന്നെയല്ലേ ഇപ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പുറകിലും? എന്നിട്ട് മിണ്ടാതിരിക്കുകയല്ലേ? ഈ ഇസ്ലാമിക്, നമുക്ക് അവരെ അത്ര കുറ്റം പറയാൻ പറ്റില്ല. അതിനു മുമ്പ് തന്നെ ഒരു സംഘടനയുണ്ട്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറഞ്ഞിട്ട്. എന്താണ് ഈ ലോകത്ത് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ, ബഹുസ്വരത എന്നുള്ള ഒരു കാര്യം മാനിക്കപ്പെടണ്ടേ? ഇന്ത്യ മാത്രം മാനിച്ചാൽ മതിയോ? അത് അങ്ങനെ ഒരു വേണ്ടേ? ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടികൾ സംഘടിക്കുന്നത് ശരിയല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രങ്ങൾ സംഘടിക്കുന്നത് ശരിയാണോ? മറുവശത്ത് ഓർഗനൈസേഷൻ ഓഫ് ക്രിസ്ത്യൻ കൺട്രീസ് എന്ന് പറഞ്ഞൊന്ന് തുടങ്ങിയാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് നോൺ ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറഞ്ഞൊന്ന് തുടങ്ങിയാൽ എന്ത് ചെയ്യും? ആ തരത്തിലുള്ള ഒരു യുദ്ധമായിട്ട് പരിണമിക്കാനുള്ള ഒരു പരിവേഷം ആർജിക്കുകയാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഇറാനും ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം. അപ്പോൾ കഴിഞ്ഞ 2ാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് രാഷ്ട്രീയ സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള യുദ്ധമാണെങ്കിൽ, ഇനിയിപ്പോൾ 3ാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് വർഗീയ അടിസ്ഥാനത്തിൽ വരുന്ന യുദ്ധമായി തീരും. ഇപ്പോൾ പിണറായി വിജയൻ അതെ, ഇന്ത്യയിൽ RSS ഉള്ളത് കൊണ്ടാണ്. ഈ RSS ഒക്കെ ഇത് വളരെ മിനിസ്ക്യൂളാണ്. എൻ്റെ പങ്കെന്ന് പറയുന്നത് വളരെ മിനിസ്ക്യൂളാണ്. RSS അല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് അതിനേക്കാളും നമ്മൾ പറയേണ്ട ഒരു പേര് മുസ്ലിം ലീഗാണ്. ആ മതത്തിൻ്റെ പേരിലുള്ള ഒരു പേരുള്ളത്. അതെന്തുകൊണ്ട് പറയുന്നില്ല? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് സാർ. ഇസ്രായേലിനെ തമ്മാടി രാഷ്ട്രമെന്ന് വിളിച്ച മുഖ്യമന്ത്രി പാകിസ്ഥാനെ വിളിക്കില്ല, ഇറാനെ വിളിക്കില്ല. ഇറാനിൽ പണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരുടെ സഹായത്തോടു കൂടിയാണ് അവിടെ ഈ മതഭരണം വരുന്നത്, ശരിയ വരുന്നത്. അവർ 79-ൽ വന്ന ആ കാലത്ത് അവരാദ്യം 70-കളിൽ വന്ന ഉടനെ അവരാദ്യം ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ എല്ലാം വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഓർക്കുന്നത്, ഇപ്പോൾ സഹർ ഇമാമി ഇസ്രായേലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കാം, അതെ, ഇറാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരോധനവും ആണ്. കമ്മ്യൂണിസത്തിന് അവിടെ പ്രവേശനമില്ല. അവരെ എന്നിട്ട് ഇസ്രായേൽ മറ്റേ ഇറാൻ തമ്പുരാൻ രാഷ്ട്രവും അവർ അവരുടെ കോൺസെപ്റ്റ് അങ്ങനെ. ഞാനിപ്പോൾ ഓർക്കുന്നത് സഹർ ഇമാമി എന്ന് പറയുന്ന പെൺകുട്ടി, പിന്നെ അവിടെ ഇറാൻ്റെ ടെലിവിഷൻ, അതിൻ്റെ പേര് ഇറിബ് എന്നാണ്, അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ്. അവിടെ ഇരുന്ന് വാർത്ത വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പൊടി പഠനം. ഇവിടെ
വലിയ ഇടിവെട്ടുന്ന പോലെ ശബ്ദവും അവർ പേടിച്ചില്ല. മിസൈൽ ഇങ്ങനെ വരുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും കെട്ടിടമെല്ലാം കൂടെ തകർന്നിട്ട് പൊടിപടലങ്ങൾ വീണ് അവരെണീറ്റ് അവർ പോയി. പക്ഷെ പോയിട്ട് പിന്നെ അവർ തിരിച്ചു വന്നു. അവിടെ തന്നെ ഇനി ചുണയുണ്ടോ ഒരു മിസൈൽ അയക്കാൻ. ആ വീര്യം ഇതെല്ലാം ഈ മതാടിസ്ഥാനത്തിലുള്ള ചിന്തയുടെ ഫലമായിട്ടുണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെയാണ്. വാസ്തവത്തിൽ വയോധികനായിട്ടുള്ള ആളാണ് അബ്ദുള്ള എന്ന് പറയുന്നത്. വളരെ ചുവടുള്ള സത്യസന്ധതയുള്ള മനുഷ്യൻ. പക്ഷേ അദ്ദേഹം പോലും വിശ്വസിക്കുന്നത് ഇസ്ലാം ഉള്ളതുകൊണ്ടാണ് ലോകം നേരെയാകുന്നത്. ഈ ഭിത്തിയിലിരിക്കുന്ന പല്ലി വിചാരിക്കുന്നു അതിരിക്കുന്നതുകൊണ്ടാണ് ആ ഭിത്തി നേരെയിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. അവിടുത്തെ നിയമങ്ങൾ കൊണ്ടാണെന്നേ. നല്ല നിയമങ്ങളാണുള്ളത്. അവിടെ അതുകൊണ്ട് തന്നെയാണ് ആ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരെ ഇപ്പോൾ അവിടെ അങ്ങോട്ട് ചെല്ലുന്ന വിസ കൊണ്ട് പ്രോത്സാഹിപ്പിക്കാത്തത്. അതേസമയം ഇന്ത്യയിൽ നിന്ന് പോകാൻ ഒരു കുഴപ്പവുമില്ല. കാരണം മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നവരെ മാത്രമാണ് മതാടിസ്ഥാനത്തിലല്ല ആ രാജ്യങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് മതേതര രാജ്യങ്ങളെ പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ നേരത്തെ എന്നോ സംഭവിച്ചു പോയൊരു പിഴതയാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, ഓർഗനൈസേഷൻ ഓഫ് അറബ് കൺട്രീസ് എന്ന് പറയാം. പക്ഷേ ഈ മതാടിസ്ഥാനത്തിൽ ഇങ്ങനെ രാജ്യങ്ങൾ ഐക്യം ചേരുമ്പോൾ അത് ലോകത്തിന് വലിയ ഭീഷണി എന്നുള്ളതിനേക്കാൾ തെറ്റായിട്ടുള്ള സന്ദേശമായിരിക്കും നൽകുക. മതാടിസ്ഥാനത്തിൽ മറ്റു രാജ്യങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള ഒരു പ്രകോപനമായി തീർന്നേക്കാം. അതുകൊണ്ട് ഒരു മൂന്നാം ലോകമഹായുദ്ധം അത് വർഗീയ അടിസ്ഥാനത്തിലാകുമെന്നുള്ള ഡെമോക്രസിൻ്റെ വാൾ നമ്മുടെ തലയ്ക്ക് മീതെ തൂങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ലേബലിങ്ങുകൾ, ബ്രാൻഡിങ്ങുകൾ നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല. ഐക്യരാഷ്ട്രസഭ തന്നെ അതിന് മുൻകൈ എടുക്കേണ്ടതാണ്.